അതിനിടെ കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി പിടിമുറുക്കി മുസ്ലിം ലീഗ് ദീപക് ജോയിയെയും കെ കൃഷ്ണകുമാറിനെയുമാണ് 2 ടീമുകളിലായി ഡെപ്യൂട്ടി മേയർമാരായി കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി ലീഗ് കത്ത് നൽകിയിരുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും പറഞ്ഞു. എല്ലാവരും ചേർന്നെടുക്കേണ്ട തീരുമാനമാണിത്. ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ ചർച്ച വേണ്ട എന്ന നിലപാട് ശരിയല്ല എന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വ്യക്തമാക്കി. ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനൊരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറും തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്കതിനകത്ത് പ്രതിഷേധം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനായി നാളെ ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃയോഗം നാളെ ഞങ്ങളിവിടെ കൂടുന്നുണ്ട്, ജില്ലാ ലീഗ് ഓഫീസിൽ. അതോടൊപ്പം തന്നെ UDFൻ്റെ സംസ്ഥാന നേതൃത്വത്തെ വിഷയം അറിയിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒന്നിച്ചു നിന്ന് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനമാണ് UDF. അതിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമില്ല.